കാസർഗോഡ് പാണലത്ത് ഭർതൃവീട്ടുകാരുടെ മുന്നിൽ വെച്ച് യുവതി ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിന്റെ ക്രൂരതകൾ വെളിപ്പെടുത്തുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്ത്. മരിക്കുന്നതിന് തൊട്ടുമുൻപും സുഫൈദ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. Start your journey with confidence. GTech Education. Fatima Arcade, opposite New Bus Stand, Kasargod. Telephone 7736 100 443 04994 227432. ഒന്നാം വിവാഹ വാർഷികത്തിന്റെ തലേന്നാണ് കാസർഗോഡ് പാണലത്ത് ചർലടുക്ക സ്വദേശി ഫാത്തിമത്ത് സുഫൈദ എന്ന 24-കാരി ഭർതൃവീട്ടിൽ വെച്ച് ആസിഡ് കുടിച്ച് ജീവിതം അവസാനിപ്പിച്ചത്. ആത്മഹത്യ ചെയ്ത ദിവസം സുഫൈദയ്ക്ക് നേരെ അതിക്രൂരമായ ശാരീരിക മർദ്ദനമുണ്ടായെന്നാണ് ഇപ്പോൾ പുറത്തുവന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. സുഫൈദയുടെ മുഖത്തും കൈയിലും രക്തം കല്ലിച്ച പാടുകളുണ്ട്. കൂടാതെ ശരീരത്തിൽ നഖം ആഴ്ന്നിറങ്ങിയ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം മരണദിവസമുണ്ടായ പുതിയ പാടുകളാണെന്നാണ് റിപ്പോർട്ട്. ചോദ്യം ചെയ്യലിൽ മരണദിവസം സുഫൈദയെ മർദ്ദിച്ചിരുന്നുവെന്ന് ഭർത്താവ് ആദിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ ആദിൽ റിമാൻഡിലാണ്. വിവാഹ സമയത്ത് സുഫൈദയുടെ കുടുംബം നൽകിയ സ്വർണ്ണാഭരണങ്ങളും മഹറായി നൽകിയ മാലയും ആവശ്യപ്പെട്ടായിരുന്നു ആദിലിന്റെയും കുടുംബത്തിന്റെയും പീഡനമെന്നാണ് പറയുന്നത്. നിരന്തരമായ ശാരീരിക മാനസിക പീഡനങ്ങളാണ് സുഫൈദയ്ക്ക് ഭർതൃവീട്ടിൽ നേരിടേണ്ടി വന്നതെന്ന് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. ശനിയാഴ്ച ഭർതൃവീട്ടിൽ വെച്ച് സ്വർണത്തെ ചൊല്ലി വീണ്ടും വലിയ തർക്കമുണ്ടായി. ഇതിനിടെ ആദിൽ സുഫൈദയെ ക്രൂരമായി മർദ്ദിക്കുകയും വിവരം പുറത്തു പറയാതിരിക്കാൻ യുവതിയുടെ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു. ഇതിൽ മനം നൊന്താണ് ഭർതൃവീട്ടുകാരുടെ മുന്നിൽ വെച്ച് സുഫൈദ ആസിഡ് കുടിച്ചത്. എന്നാൽ ആസിഡ് കുടിച്ച് പിടഞ്ഞ സുഫൈദയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഭർത്താവോ വീട്ടുകാരോ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് 40 ലൈവ്, കാസർഗോഡ്.